ചെണ്ടയുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ചെണ്ടക്കാരി നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താ? ചെണ്ടക്കാരിയല്ല, ചെണ്ടക്കാരികളുണ്ട്. ചെണ്ടയുമായി 2 പേരുണ്ട്. അവർക്കൊന്ന് വഴി കൊടുത്തേ. അപ്പോ നമ്മള് പെൺപൂരമില്ലെന്ന് ആരാ പറഞ്ഞത്? നമ്മൾ നേരത്തെ കുറുങ്കുഴൽ വായിക്കുന്ന ഹൃദയെ പരിചയപ്പെട്ടു. അടുത്തതായി 2 കലാകാരികൾ കൂടി എത്തിയിരിക്കുകയാണ്. പേരെന്താ? അശ്വതി. പേര്? അർച്ചന. എത്ര കാലമായി ഈ താളത്തിലേക്ക് വന്നിട്ട്? 7 വർഷം. എത്ര വർഷമായിട്ട്? 1.5 വർഷം. 1.5 വർഷം. അപ്പൊ എന്താ നമുക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത്? ചെറിയൊരു ഇത് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് ആർക്കാ സമർപ്പിക്കുന്നത്? വടക്കുന്നാഥന് മുമ്പില് വടക്കുന്നാഥന് സമർപ്പിക്കുകയാണ്, പൂരത്തിന് സമർപ്പിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പോൾ റിപ്പോർട്ടറിന് വേണ്ടി 2 പെൺപുലികളുടെ സമർപ്പണമാണ് ഈ താളം. അർജുൻ കല്യാണം സന്തോഷായില്ലേ? ഗംഭീരം. പെണ്ണുങ്ങൾ പൂരത്തിലെന്ന് ആരാ പറഞ്ഞത് എന്നോട്? ആരും പറഞ്ഞിട്ടില്ല. കണ്ടോ ഞങ്ങള് നിക്കുന്ന കണ്ടോ? അപ്പൊ തുടങ്ങിയോ? ഇപ്പഴാ എനിക്കൊരു ഊർജ്ജമായത്. തുടങ്ങിയോ? അപ്പോ ഗംഭീരായി ഒരു കൈയടി കൊടുത്തേ. നമ്മുടെ പെൺകുട്ടികൾ വന്ന് തകർത്തിട്ട് പോയി. നിങ്ങൾ എവിടെയാ? സ്ഥലം എവിടെയാ? പൂങ്കുന്നം. 2 പേരും പൂങ്കുന്നം ഡിവിഷനാണ്. അവിടെ നിങ്ങളുടെ കൗൺസിലർ ആതിരയല്ലേ? അതെ. കൗൺസിലർ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. കൗൺസിലർ എങ്ങനെ പ്രോത്സാഹനമൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പോ ഇനി കൊട്ടിന്റെ വഴിയിൽ കുറെ മുന്നോട്ട് പോട്ടെ. ഫാമിലി ഒക്കെ എങ്ങനെയാ? സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ടാണ്. ചേട്ടനാണോ പറഞ്ഞത് നീ കൊട്ടിക്കോന്ന്? ആണോ? ചേട്ടൻ വന്നിട്ടുണ്ടോ? ചേട്ടാ, ഈ ചേച്ചിയുടെ ചേട്ടൻ ഇവിടെ ഇല്ല. ഇവിടെയോ? ചേട്ടൻ ഓൾറെഡി ഘടകപൂര പ്രമാണിയാണ് തൃശ്ശൂർ പൂരത്തിന്റെ. ആഹാ, അടിപൊളി. ജിതിൻ കല്ലാറ്റ്. ഏത് ക്ഷേത്രത്തിന്റെയാണ്? കണിമംഗലം ശാസ്താവിന്റെ ചേട്ടൻ. അടിപൊളി. ഈ വർഷം 10ാമത്തെ വർഷമാണ്. അപ്പൊ ചേട്ടന്റെ പിന്നാലെ ചേച്ചിയും. കണ്ടോ മിനിസ്റ്റർ? കണ്ടോ നമ്മള് പെൺപുലികൾ? പെണ്ണുങ്ങളില്ലാതെ എന്ത് പൂരം! ഇന്നത്തെ പ്രധാന വാർത്തയില് സ്ത്രീകളില്ലാത്ത ഒരു മേഖലയിലല്ലോ. ഗംഭീരം. അടിച്ചു പൊളിക്കാം. തൃശ്ശൂർ പൂരം വൈവിധ്യങ്ങളുടെ ഒരു പൂരല്ലേ. ഓരോ ദിവസവും പുതിയ കാഴ്ചകൾ. ഈ പൂരത്തിന് വന്ന് മഴ നനഞ്ഞ് വെയിലുകൊണ്ട് ശരീരം മുഴുവൻ വേർത്തിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരാൾ പറയും, ഇത് കഴിഞ്ഞാലില്ല, അതേ ജേഴ്സി നിൽക്കുകയാണ്, ഇത് കഴിഞ്ഞാലില്ല. പക്ഷേ പിന്നത്തെ തവണ ആദ്യം വരുന്ന അയാളായിരിക്കും. കാരണം കണ്ടു തീരാത്ത കാഴ്ചകളുടെ ഒരു വസന്താണ് ഇത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണിയാണ്. ഇനി അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ പെൺകുട്ടികൾ കൂടി രംഗത്തേക്ക് വരുന്നതോടുകൂടി മേളം അങ്ങ് കൊഴുക്കും. വെറൈറ്റി മേളമായിരിക്കും, വ്യത്യസ്തമായ